നമസ്കാരം. അങ്ങനെ കേരളത്തിൻ്റെ ലാസ്റ്റ് ബസ്സും ഏതാണ്ട് മിസ്സായെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നൊരവസ്ഥ എത്തിയെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ഒരു സൂചനകളിലേക്ക്, വ്യക്തമായ സൂചനകളിലേക്ക് നോക്കണമെങ്കിൽ നമ്മൾ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയെയും, അതായത് പ്രചരണത്തിലെ അവസ്ഥയെയും, അതോടൊപ്പം തന്നെ നമ്മുടെ വേടൻ ഫാക്ടർ, അതല്ലെങ്കിൽ വേടൻ ഘടകത്തിലേക്ക് നോക്കിയാൽ മതി. നമ്മളുടെ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നും ഈ അവസ്ഥയിൽ എങ്ങനെ ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ജനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായൊരു ചിത്രം കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയവും മതവും ജാതിയുമെല്ലാം എങ്ങനെ കൂടിക്കൊഴിഞ്ഞു കിടക്കുന്നു, അതോടൊപ്പം അങ്ങനെ കൂടിക്കൊഴിഞ്ഞ ഒരു രാഷ്ട്രീയം എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും, വിശേഷിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയും നമ്മുടെ താഴെ തലം മുതലുള്ള വിദ്യാഭ്യാസ മേഖലയുമായിട്ടൊക്കെ എങ്ങനെ ആ രാഷ്ട്രീയം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു, അല്ലെങ്കിൽ ആ രാഷ്ട്രീയം എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഫോക്കസ് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാവും. കാരണം വേടൻ്റെ പാട്ടിപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ MA സിലബസ് പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു പക്ഷേങ്കിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ആ ഒരു തീരുമാനം വന്നത് അതിലേതെങ്കിലും ഒരു അംഗത്തിൻ്റെയോ അല്ലെങ്കിൽ അതിന് മുൻകൈ എടുത്ത വ്യക്തിയുടെ ഒരു താല്പര്യമായിരിക്കാം. കാരണം അതും ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇത്ര തിടുക്കത്തിൽ അത് സിലബസിൽ ഉൾപ്പെടുത്തിയത്. കാരണം വേടനെ ഏറ്റെടുക്കാനുള്ള മത്സരമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇപ്പം സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയുമെല്ലാം ഇതിനകം തന്നെ വേടനെ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ വേടനെ ഏറ്റെടുക്കാനായിട്ട് UDF രംഗത്ത് വരികയുണ്ടായി. അതോടൊപ്പം തന്നെ BJPയും വേടൻ്റെ ഒരു കാര്യത്തിൽ വളരെ നിശബ്ദമാണ്. എന്നാൽ RSSൻ്റെതായ എതിർ ശബ്ദങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അപ്പം വിദ്യാഭ്യാസത്തിൻ്റെ നമ്മളുടെ ഊന്നൽ കൊടുക്കുന്നത് എവിടെയാണ് എന്നുള്ളതും എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മളിപ്പം ഒരു കാര്യം ആലോചിക്കേണ്ടത്, വേടൻ എങ്ങനെയാണ് പെട്ടെന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് കുടിയേറിയതെന്നും പൊതുസമൂഹത്തിൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് വന്നതെന്നും നമുക്കറിയാൻ കഴിയും. അത് വേടൻ്റെ അറസ്റ്റിലൂടെയാണ്. അറസ്റ്റിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി മരുന്ന് വേട്ടയുടെ ഭാഗമായിട്ട് വേടനെ അറസ്റ്റ് ചെയ്തു. അത് എവിടെ നിന്നാണ് വേടനെ അറസ്റ്റ് ചെയ്തത്? വേടനെ അറസ്റ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മളുടേതാകും പൈങ്കിളിയെ എന്ന് പറഞ്ഞ നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചൊരു മുദ്രാവാക്യമുണ്ട്. അത്തരത്തിൽ ഒരു വയലിൽ കിളിർത്ത് വലുതായി അമ്പരചുംബിയായ ഒരു ഫ്ലാറ്റിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വേടനെ 7-9 ലക്ഷം രൂപയും അതോടൊപ്പം കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് വളരെ പരിമിതമായ വിദ്യാഭ്യാസം, +1 വിദ്യാഭ്യാസം മാത്രമേ വേടനുള്ളൂ. അപ്പോൾ ഇത്രയും പരിമിതമായ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പ്രതിഭയുണ്ട്. വേടന് പ്രതിഭയില്ല എന്ന് നമ്മൾ പറയുന്നില്ല, പ്രതിഭയുണ്ട്. പക്ഷെ അത് വിപരീതമായി പോയി എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അപ്പോൾ ഇത്തരം പ്രതിഭയുള്ള ഒരു വ്യക്തിക്ക് യാതൊരു മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ബലമോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനങ്ങളുടെ പിന്തുണയോ ഒന്നും തന്നെ ഇല്ലാതെ ഇത്രയും പ്രചാരത്തിലേക്കും ഇത്രയും ഒരു ശ്രദ്ധയിലേക്കും വരാൻ കഴിഞ്ഞു എന്നത് നമ്മൾ ഇന്നത്തെ സാങ്കേതിക വിദ്യ തുറന്നു വയ്ക്കുന്ന സാധ്യത ആ ചെറുപ്പക്കാരൻ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ്. വിശേഷിച്ചും യൂട്യൂബ്, അദ്ദേഹം ശരിക്കും ഉപയോഗിച്ചത് യൂട്യൂബിനെയാണ്. അത് നമ്മുടെ ഇന്നത്തെ സാങ്കേതിക വിദ്യ തുറന്നു വയ്ക്കുന്നതിൽ ഒരു സാധ്യത മാത്രമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ നിർമ്മിത ബുദ്ധിയുടെയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെയും ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അത് വിദഗ്ധമായി ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരു സമൂഹമാണ് മലയാളികളുടെ, വിശേഷിച്ചും മലയാളി കുട്ടികൾ, മലയാളി യുവതി യുവാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വളരെ മനുഷ്യരാശി ഉണ്ടായതിന് ശേഷം ഇത്രയധികം സാധ്യത തുറന്നു വരുന്നത് ഇതാദ്യമായിട്ടാണ്. മാത്രമല്ല, അത് ആഴ്ചകൾ തോറും അല്ലെങ്കിൽ ദിവസങ്ങൾ തോറും അതിന് വിപുലമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലും അതിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്ര ഒരു അവസരങ്ങളുടെ ഒരു സാന്നിധ്യത്തിലാണ് വീണ്ടും നമ്മളുടെ യുവാക്കളെ ഈ പറഞ്ഞതുപോലെ മയക്കുമരുന്നിൻ്റെയും
ലഹരിയുടെയും ഒക്കെ അടിമകളാക്കി എങ്ങനെ മാറ്റാൻ കഴിയും? പ്രസക്തമല്ലാത്ത വിഷയങ്ങളിൽ ചർച്ച ചെയ്തും വിഭാഗീയതയും ഉണ്ടാക്കി പരസ്പരം കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടാക്കി എങ്ങനെ സമൂഹത്തിൽ ആ ഒരു ഒരു സംഘർഷ അന്തരീക്ഷം നിലനിർത്തി നേട്ടങ്ങൾ കൊയ്യാം എന്നുള്ള അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള ഈ പശ്ചാത്തലത്തിലാണ് നമ്മളുടെ ഈ അവസാനത്തെ ബസ്സും ലാസ്റ്റ് ബസ്സും മിസ്സാവുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കാണുന്നത്. കാരണം വേടന് ഈ ഒരു രീതിയിൽ ഉയരാൻ കഴിയുമെങ്കിൽ, ഇപ്പൊ വേടന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വേടൻ ഒരുപക്ഷെ ധാരാളം സമ്പത്ത് അദ്ദേഹം ഇപ്പം ഇതിനകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ ഉണ്ടാക്കട്ടെ, അത് അയാളുടെ ഒരു സർഗശേഷി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്കതിനെ സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. അത് വിപരീതമായിട്ട് സമൂഹത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. വേടൻ പോലും പറയുന്നു താനൊരു മാതൃകാ വ്യക്തിയല്ല, താൻ ഇപ്പോഴും മദ്യപിക്കും. ഈ സമീപകാലത്തൊരു ചാനലിൽ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു താൻ മദ്യപിക്കും, ഈ ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അഭിമുഖം ചെയ്യുന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിനൊരു മാതൃകയായിട്ട് അവതരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ട് പോലും വേടൻ പറയുന്നുണ്ട് താൻ അത് മാതൃകയല്ല, താൻ കുട്ടികളെ ഉപദേശിക്കാറുണ്ട്, തന്നെ മാതൃകയാക്കരുത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ സംസ്ഥാന സർക്കാർ നമ്മളുടെ യുവാക്കളുടെ മുമ്പിൽ ഒരു ഐക്കണായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിഷ്ഠിച്ചതോടുകൂടി മുഴുവൻ സമൂഹത്തിലേക്ക് ഒരു ഐക്കൺ, ഒരു 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 ബിംബമായിട്ട് ആ യുവാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഓർക്കണം, ലഹരിക്കെതിരെയുള്ള വേട്ട നടത്തിയിട്ട് അതിൽ അറസ്റ്റിലായ ഒരു വ്യക്തിയെ നമ്മളുടെ യുവാക്കളുടെ മുമ്പിൽ ഒരു ഐക്കണായിട്ട്, ഒരു മാതൃകാ പുരുഷനായിട്ട് അദ്ദേഹത്തിന്റെ പാട്ടിനെ, അദ്ദേഹത്തിന്റെ പാട്ടിന്റെ സർഗശേഷിയും പ്രതിഭയും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അതിന്റെ വരികളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പാടാനില്ല, പറയാനില്ല എന്നൊക്കെ തുടങ്ങുന്ന ആ ഒരു പാട്ടിന്റെ ആ ഒരു 2 വരികൾ, അതിൻ്റെ രൂപത്തിൽ ഒരു വീട്ടിൽ ഒരു മകൻ അച്ഛനോടോ അമ്മയോടോ, അതല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടോ, അതല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോടോ, അതല്ലെങ്കിൽ തെരുവിൽ വെച്ച് 2 വ്യക്തികൾ തമ്മിൽ സംഭാഷണം ഉണ്ടാകുമ്പോഴോ അതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു സംഭാഷണത്തിന്റെ ഉണ്ടാകുന്ന പ്രതിഫലനം അല്ലെങ്കിൽ പ്രത്യാഘാതം എന്ന് നമുക്കൊന്ന് വളരെ സാമാന്യ ബുദ്ധിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. അതൊരു സംസ്കാരത്തെയാണ് പുറത്തേക്ക് വിടുന്നത്. അവിടെയാണ് ഇത് വിപരീതാത്മകത, ഈ പ്രതിഭ വിപരീതാത്മകമായി മാറുന്നത്. അപ്പൊ അത്തരം ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ അത്തരം ഒരു സമീപനത്തെയാണ് നമ്മളുടെ സർവകലാശാലയിൽ പോലും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് യോഗ്യതയായി ആ ഒരു സംസ്കാരത്തിന്റെ അവസ്ഥയിൽ നിന്ന് പിറന്നു വീണ ആ വരികൾ അല്ലെങ്കിൽ ആ പാട്ടിന്റെ വരികളും മറ്റുമൊക്കെയാണ് പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇന്ന് കേരളത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ യുവാക്കളുടെ ഇടയിൽ ഒരു മൂന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാമെന്ന് തോന്നുന്നു. 3 ഭാഗങ്ങളായിട്ട് കാണാൻ പറ്റും. ഒന്ന്, വേടനാൽ സ്വാധീനിക്കപ്പെടുന്ന, വേടന്റെ ആരാധകരായ ഒരു വൻ സമൂഹം, കുട്ടികളും യുവതികളും യുവാക്കളും ഉൾപ്പെടെയുള്ള ഒരു വൻ സമൂഹം, ഏറ്റവും മുഖ്യധാരയായിട്ട് ഒരുപക്ഷെ മാറുന്നൊരു സമൂഹം. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ മുഖ്യധാര യുവാക്കളുടെ ഒരു സമൂഹമാണ് വേടന്റെ പിന്നിൽ അണിനിരക്കുന്നത്. അത് തന്നെയാണ് നമ്മളുടെ ഈ മുന്നണികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ വേടൻ ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നീടൊരു സമൂഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ജോലി, ഒരു സർക്കാർ ജോലി സംഘടിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി PSC കോച്ചിങ്ങിന് പോകുന്ന ഒരു ശതമാനം ആൾക്കാർ. ഇന്നത് കേരളത്തിൽ വലിയൊരു വ്യവസായമായി മാറിയിട്ടുണ്ട്. കാര്യം ഒരുപാട് പേര് പറയാറുണ്ട് PSC കോച്ചിങ്ങിന് പോവുകയാണ്. നമുക്ക് ആലോചിച്ച് നോക്കി അറിയാം, അതിനകത്ത് തന്നെ എത്ര പേർക്ക് ഈ PSC സെലക്ഷൻ കിട്ടും, എത്ര പേർക്ക് ജോലി കിട്ടും എന്നറിയാം. പിന്നീട് മറ്റൊരു ചെറിയൊരു ന്യൂനപക്ഷമുണ്ട്. അവർ വിദ്യാഭ്യാസം നേടി അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള അവസരങ്ങൾ കേരളത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും പോകുന്ന യുവാക്കൾ. അപ്പൊ ഈ ഒരു 3 വിഭാഗങ്ങൾ. അപ്പൊ ഇവിടെ കേരളത്തിൽ അവശേഷിക്കാൻ പോകുന്ന ഒരു മുഖ്യധാര എന്ന് പറയുന്നത് വേടന്റെ പിന്നിൽ അണിനിരക്കുന്ന യുവാക്കൾ ആണെന്നുള്ളതാണ്. അപ്പൊ ഇപ്പോൾ തന്നെ വേടൻ പറയുന്നുണ്ട് താനൊരു മാതൃകയല്ല, താൻ മദ്യപിക്കാറുണ്ട്, താൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട്, പൂർണ്ണമായിട്ടും മാറിയൊന്ന് ശ്രമിക്കും എന്നാണ് അദ്ദേഹം. നല്ലത് തന്നെയാണ്.
അയാൾ അങ്ങനെ ശ്രമിക്കും. അയാൾ അത്രയും പറഞ്ഞത് തന്നെ അദ്ദേഹത്തിന്റെ ഈ വേടന്റെ ഒരു മഹാമനസ്കതയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാറ്റത്തിനോടുള്ള അദ്ദേഹത്തിന്റെ സമീപനമൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു ആവേശം നമ്മൾ കാണുന്നത്, ഈ വിപരീതാത്മകതയോടുള്ള ആവേശമാണ് ഈ മുഖ്യധാരയിൽ നമ്മൾ മുഖ്യമായിട്ടും പ്രകടമാകുന്നത്. അതല്ല എങ്കിൽ അത്തരം ഈ പാണനല്ല പറയനല്ല എന്നുള്ള ആ വരികൾ ഇത്രയധികം, അതിപ്പം മുഖ്യധാര മാധ്യമങ്ങളിലൂടെയും അത് നമുക്കിവിടെ വളരെ നോർമലൈസ് ചെയ്തു, സാമാന്യവൽക്കരിച്ച് കഴിഞ്ഞു. അപ്പൊ ഇത് നമ്മളുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ഒരു മുഖ്യധാര സമൂഹവുമായിട്ടാണ് നമ്മൾ ഇനി മുമ്പോട്ട് പോകുന്നത്. അവിടെയാണ് ഇന്ന് തുറന്നു വെച്ച സാങ്കേതിക വിദ്യകളുടെ അവസരങ്ങൾ മുഴുവൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ ധനവാനാകും, പക്ഷേ വേടന്റെ പിന്നാലെ പോകുന്നവർ അല്ലെങ്കിൽ വേടനാൽ സ്വാധീനിക്കപ്പെടുന്നവർ, അവരിലൂടെ നമ്മൾ കാണുന്നത് ഇവിടുത്തെ മദ്യത്തിൻ്റെയും മയക്കുമരുന്ന് വിപണിയുടെയും ഒരു വലിയ കമ്പോളത്തിന്റെ വികസനമാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം എന്ന് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ കേരളത്തിന്റെ ലാസ്റ്റ് ബസ്സും മിസ്സാകാൻ പോവുകയാണ്.